ഞാനിത് പറയാൻ കാരണം പലപ്പോഴും മുടി പൊഴിച്ചലിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് നമ്മൾ ചകഞ്ഞു പോയി അതിൻ്റെ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കണ്ടെത്തി നമ്മൾ ഒരുപക്ഷെ പല ഹെയർ ടോണിക്കുകളും ഹെയർ ഓയിലുകളും ബാക്കിയുള്ളതും ഒക്കെ വാരി നമ്മുടെ പുറത്തിങ്ങനെ തേക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ പ്രശ്നം ഇരിക്കുന്നത് നിങ്ങൾ അമിതമായി കഴിക്കും. നമസ്കാരം, ഞാൻ ഡോക്ടർ സായജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സായജി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ജനങ്ങളുമായി സംവാദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം, പലപ്പോഴും പല കാരണങ്ങൾ, പല പ്രശ്നങ്ങളുടെയും യഥാർത്ഥ കാരണം തേടി നമ്മുടെ പല ചികിത്സയും കാര്യങ്ങളും അല്ലെങ്കിൽ പല ഇൻവെസ്റ്റിഗേഷൻസൊക്കെ നടന്നു പോകുമ്പോൾ ചില സർവ്വസാധാരണമായ വളരെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും അതിൻ്റെ പുറകിൽ എന്നുള്ളത് ഒന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ആഹാര സാധനങ്ങളുടെ ബാക്കി ഏത് കാര്യത്തിലാണെങ്കിലും ഉപ്പിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് നമുക്കറിയാം. ഉപ്പില്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ്. ഇത് പറയാൻ കാരണം, ഇപ്പോൾ നമ്മുടെ ഇന്ന് ഉണ്ടാക്കുന്ന ഏത് ഭക്ഷണത്തിനാണെങ്കിലും ഒരു പക്ഷേ ഒരല്പം ഉപ്പ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വല്ലാത്ത പലർക്കും ഒരു ഇറിറ്റേഷനും ദേഷ്യമൊക്കെ തോന്നാറുണ്ട്. മുൻകാലങ്ങളിൽ പ്രണയിനിയോട് പറഞ്ഞിരുന്നത് നീ ഇല്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ച് തന്നെയാണ് ഉപ്പിൻ്റെ ഒരു മഹാത്മ്യത്തെക്കുറിച്ച് പറയുവാനായിട്ട് വളരെ സർവ്വസാധാരണമായി ഇത്തരം വരികളൊക്കെ ഉപയോഗിച്ച് പോയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇന്ന് പറയാനുള്ളത് ഉപ്പിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഉപ്പ് എന്തുമാത്രം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഫങ്ഷൻ, പ്രത്യേകിച്ച് മസിൽസിൻ്റെ ശക്തിപ്പെടുത്തുവാനും ശരീരത്തിലെ ജലാംശത്തിൻ്റെ ഈക്വിലിബ്രിയം അല്ലെങ്കിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുവാനും നാഡീ വ്യവസ്ഥയുടെ പ്രവർത്തനത്തിനും ഒക്കെ ഉപ്പ് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് നമുക്കറിയാം. പലപ്പോഴും നമ്മൾ കാണുന്ന മുതിർന്ന വ്യക്തികളിൽ, കുറച്ച് പ്രായം ചെന്ന വ്യക്തികളിൽ കാണുന്ന ഓർമ്മക്കുറവും ഓർമ്മപ്പിശകും പോലുള്ള പല പ്രശ്നങ്ങളും പലപ്പോഴും ബന്ധുക്കളും മക്കളും സ്വന്തക്കാരും ഒക്കെ തന്നെ അത് പ്രായം കൊണ്ടാണ് എന്ന് പറഞ്ഞ് അവഗണിക്കാൻ ശ്രമിക്കുമ്പോൾ, ബോധപൂർവം അവഗണിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ധാരണ രൂപപ്പെടുമ്പോൾ ഒരു പക്ഷേ ഒരു വൈദ്യസഹായത്തിൽ എത്തിക്കഴിയുമ്പോൾ അവരുടെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പം ഒരു പക്ഷേ അത്യാവശ്യത്തിലുള്ള സോഡിയം ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായും നമുക്കറിയാം സോഡിയം അടച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോഡിയം അത് കൊടുത്തു കഴിയുമ്പോൾ അവർ വീണ്ടും പൂർവ്വസ്ഥിതിയിലോട്ട് തിരിച്ചു വരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ പ്രാധാന്യം എടുത്ത് പറയുവാനാണ് ആദ്യമായത്. എടുത്ത് പറഞ്ഞതിന് ശേഷം അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് കൂടെ ഒന്ന് പറയുവാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മഹാത്മാഗാന്ധിജി 3 വെളുത്ത വിഷമായി പറഞ്ഞിട്ടുള്ളത് സാധാരണ പാലും പഞ്ചസാരയും ഉപ്പുമാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. അതിനു മുമ്പായി ഈ ഉപ്പിൻ്റെ അമിതമായ ഉപയോഗം, എങ്ങനെയാണ് ഉപ്പിൻ്റെ അമിതമായ ഉപയോഗം? നമ്മുടെ സാധാരണ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്ന രീതി അനുസരിച്ചിട്ട് ഒരു മനുഷ്യന് ശരാശരി 1 സ്പൂൺ ഉപ്പ് വരെ ആവാം എന്നുള്ളതാണ്. പക്ഷേ അതിനും ഉപരിയായി നമ്മളെങ്ങനെ ഉപ്പ് അകത്താക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഈ കഴിക്കുന്ന വളരെ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന പ്രോസസ്ഡ് ഫുഡ്സ്, അതിനകത്ത് അതൊക്കെ തന്നെ ഉപ്പിൻ്റെ ഒരു സംഭരണി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കലവറയാണെന്നെങ്കിലും പറയാം. അപ്പോൾ നമുക്ക് ആവശ്യമായ ഉപ്പിനോടൊപ്പം തന്നെ അമിതമായ ഉപ്പ് അതും കൂടെ കൂടുതലായി കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായും രക്തത്തിൽ സോഡിയത്തിൻ്റെ അളവ് കൂടുന്നു. രക്തത്തിൽ സോഡിയത്തിൻ്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രവണത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്ടർ ഇംബാലൻസ് സംഭവിക്കുന്നു. ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നു. കാരണം ഈ രക്തത്തിൻ്റെ ഈ അളവിന് ന്യൂട്രലൈസ് ചെയ്യാനായി ശരീരം വെള്ളം അധികം പുറന്തള്ളാതെ ശരീരം കെട്ടി നിർത്തുന്നു. കാരണം ഈ സോഡിയം കൂടിക്കഴിഞ്ഞാൽ ആ സോഡിയം ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ അതിനാവശ്യമായ വെള്ളം ഉണ്ടെങ്കിൽ ശരീരത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അത് ന്യൂട്രലൈസ് ആവുള്ളൂ. അങ്ങനെ ശരീരം വെള്ളം നിലനിർത്തുന്ന പ്രക്രിയയാണ് നമ്മൾ സാധാരണ ഈ പറയുന്നത് നീര് ആണെന്നൊക്കെ പറയും. നമ്മുടെ ശരീരം വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ആ ഫ്ലൂയിഡ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തപ്പോൾ ബോഡിയിൽ ശരീരം നീര് വയ്ക്കുവാനുള്ള ഒരു സാധ്യത നമുക്കറിയാമെന്നുള്ളതാണ്. ഇത് 2 തരത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു. സോഡിയം കൂടുതലായിട്ട് നമുക്കറിയാം, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറയും. ഉപ്പ് കൂടുതലായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഒരു പരിധിവരെ വെള്ളം അധികം ബോഡി റീറ്റെയിൻ ചെയ്യുന്ന ഒരവസ്ഥ പോലെ തന്നെ നമുക്ക് കൂടുതൽ ദാഹം തോന്നി കൂടുതൽ
കൂടുതൽ വെള്ളം കുടിക്കുവാനുള്ള പ്രവണത ഉണ്ടാകുന്നു. കൂടുതൽ വെള്ളം കുടിച്ചില്ല എങ്കിൽ അവിടെ ഡീഹൈഡ്രേഷൻ എന്നൊരു പ്രക്രിയ ഉണ്ടാകുന്നു. ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നില്ല. ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നില്ല, ശരീരത്തിൻ്റെ പല ഭാഗത്തും കിട്ടുന്നില്ല. അതും വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു പക്ഷേ ഈ ഡീഹൈഡ്രേഷൻ്റെ പ്രോസസ്സ് ഈ ഒരു കാരണം വഴി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു, നിലവിൽ വരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ശരീരത്തിൽ നമ്മൾ പുതുന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ് വെള്ളം ധാരാളമായി കുടിച്ചു കഴിഞ്ഞാൽ പൊതുവെ ശരീരം അത് പുറന്തള്ളുവാനായിട്ടൊരു പ്രവണത കാണിക്കുന്നു. അപ്പോൾ അമിതമായി കൂടുതലായിട്ട് മൂത്രം പോകാനുള്ള പ്രവണത ഉണ്ടാകുന്നു. അങ്ങനെ അമിതമായി കൂടുതലായിട്ട് മൂത്രം പോകാനുള്ള സാധ്യത വരുമ്പോൾ ഇതിനോടൊപ്പം നമുക്ക് നഷ്ടപ്പെടുന്നത് നമുക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് പലതും നമുക്ക് നഷ്ടപ്പെടുന്നു. നമുക്ക് ആവശ്യമായ ഫോസ്ഫറസ്, മഗ്നീഷ്യം, പല കാൽഷ്യം തുടങ്ങിയ കാര്യങ്ങൾ ഈ മൂത്രം വഴി കൂടുതലായിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. അത് കിഡ്നിയുടെ പ്രവർത്തനത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ വെച്ചിട്ട് നമ്മൾ അത് അബ്സോർഷൻ, റീ അബ്സോർഷൻ എന്ന് പറയുന്ന ചില പ്രക്രിയകളുണ്ട്, മഗ്നീഷ്യം, കാൽഷ്യം. അപ്പോൾ ഈ ഉപ്പ് മൂത്രം അല്ലെങ്കിൽ ധാരാളമായി പോകുന്ന കൂട്ടത്തിൽ ശരീരത്തിൻ്റെ എല്ലുകൾക്കും പല്ലുകൾക്കും മുടിക്കും ആവശ്യമായി ആവശ്യമായി വരുന്ന കാൽഷ്യം ഒക്കെ നഷ്ടപ്പെടുന്നു. കാൽഷ്യം നഷ്ടപ്പെടുന്നതിനോടൊപ്പം ഫോസ്ഫറസിൻ്റെ റീഅബ്സോർഷനും കുറയ്ക്കുന്നു. അതൊരു പ്രക്രിയയാണ് ആ ഫോസ്ഫറസ്. അപ്പോൾ ഈ ഫോസ്ഫറസും മുടിക്കുമൊക്കെ വളരെ അത്യാവശ്യമായി വരേണ്ട ഒരു കാര്യം, ആവശ്യം വേണ്ട ഒരു സംഗതിയാണ്. ഞാനിത് പറയാൻ കാരണം പലപ്പോഴും മുടി പൊഴിച്ചലിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് നമ്മൾ ചകഞ്ഞു പോയി അതിൻ്റെ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കണ്ടെത്തി നമ്മൾ ഒരുപക്ഷെ പല ഹെയർ ടോണിക്കുകളും ഹെയർ ഓയിലുകളും ബാക്കിയുള്ളതും ഒക്കെ വാരി നമ്മുടെ പുറത്തിങ്ങനെ തേക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ പ്രശ്നം ഇരിക്കുന്നത് നിങ്ങൾ അമിതമായി കഴിക്കുന്ന ഈ കൂടുതലായിട്ട് ഉള്ളിലോട്ടെടുക്കുന്ന ഈ ഉപ്പിൻ്റെ ഒരു പ്രശ്നമായിരിക്കണം. അപ്പോൾ അത് ധാരാളമായി കഴിക്കുമ്പോൾ ഇനി ചില പഠനങ്ങൾ പറയുന്നത് തന്നെ നമ്മുടെ രോഗകൂപങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് അവിടെ കിട്ടാതെ പോകുന്നു. ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് അല്ലെങ്കിൽ മുടിയുടെ ആരോഗ്യത്തിന് വളരെ തടസ്സമായി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഒരുപാട് തരത്തിലുള്ള കോസ്മെറ്റിക് പ്രോബ്ലംസ് കൂടുതലായിട്ട് ഉപ്പ് കഴിച്ചാൽ വരാമെന്നുള്ളതാണ്. നമ്മുടെ സൗന്ദര്യത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കൂടുതലായി ഉപ്പ് അമിതമായ ഉപയോഗം എന്നുള്ളത്. ചെറുപ്പക്കാർ വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം അമിതമായ സോഡിയമിൻ്റെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ട് വരണ്ട ചർമ്മം ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഇനി നേരത്തെ പറഞ്ഞ മറ്റൊരവസ്ഥയിൽ വാട്ടർ റിട്ടൻഷൻ്റെ വെള്ളം കൂടുതലായി ബോഡി കെട്ടി നിൽക്കുന്ന ഭാഗമാണ് എങ്കിൽ അത് കൂടുതലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ജലം കൂടുതലായി കെട്ടി നിൽക്കാം, ജലം കൂടുതൽ നഷ്ടപ്പെടുകയും ചെയ്യാം. ഇത് രണ്ട് പ്രോസസ്സാണ്, രണ്ട് മെക്കാനിസമാണ് അത് ഇവിടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. കൂടുതലായി കെട്ടി നിൽക്കുന്ന ഒരു പ്രവണത വരുമ്പോൾ നമ്മളെ കണ്ണിനടിയിലുള്ള പഫിനെസ്, നീര്, മുഖം വരളുക തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ടാകുന്നു. ഇതെല്ലാം നമ്മുടെ സൗന്ദര്യത്തിൻ്റെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ബേസിക്കായിട്ടുള്ള സൗന്ദര്യത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് പറയാനാണ് ഇന്ന് ഈ വീഡിയോയുടെ തന്നെ പ്രധാനമായ ഉദ്ദേശം. അപ്പോൾ നമ്മൾ മുടി പൊഴിയുന്നതിൻ്റെ പല കാരണങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുന്നതിനും തൊട്ട് മുമ്പ് നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ആവശ്യത്തിലധികം ഉപ്പ് കഴിക്കുന്നുണ്ടോ എങ്കിൽ അത് തീർച്ചയായും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും നിങ്ങളുടെ മുടിയുടെ വളർച്ചയ്ക്കും മുടി പൊഴിച്ചിലും അതൊരു കാരണമാകുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് വളരെ നല്ലതായിരിക്കും. ഒരുപാട് കോസ്മെറ്റിക് പ്രോബ്ലംസ് സൗന്ദര്യവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും നമ്മൾ ഈ അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം കൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. നമുക്ക് ആവശ്യമായ മൈക്രോ ന്യൂട്രിയൻസ് കിട്ടുന്നില്ല, സ്കിൻ വളരുന്നു, മുടി പൊഴിച്ചിൽ സംഭവിക്കുന്നു. അതിനുപരിയായും ഈ ഉപ്പിൻ്റെ അമിതമായ ഉപയോഗം തന്നെ നമ്മൾ അഡ്രീനൽ ഗ്രന്ഥിയും ഒന്ന് ബാധിക്കുന്നു എന്നുള്ളതാണ്. അഡൽ ഗ്രന്ഥിയെ ബാധിക്കുന്നത്, അഡൽ ഗ്രന്ഥി ശരിക്കും ഒരു അവിടെ നിന്ന് ഒരു സെക്സ് ഹോർമോൺസ് ഉണ്ട്, സെക്സ് ഹോർമോൺസിനെയും ബാധിക്കുന്നു. ആ സെക്സ് ഹോർമോൺസിനെ ബാധിക്കും. അത് ആൻഡ്രോജൻ്റെ ബാധിച്ചിട്ട് അതിനകത്തുള്ള ചില വ്യതിയാനങ്ങൾ, അതിനെക്കുറിച്ചൊന്നും അധികമായി ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും അത് തന്നെ ഒരു ആൻഡ്രോജനറ്റിക് അലോപേഷ്യ മുടി പൊഴിച്ചിലുണ്ടാക്കാനുള്ള സ്ട്രെസ് ഹോർമോൺസ് കൂടുതലായിട്ട് റിലീസ് ചെയ്ത് നമുക്കത് മുടി പൊഴിച്ചിലുണ്ടാകും. നമുക്കറിയാമല്ലോ, പൊതുവെ സ്വാഭാവികമായി സ്ട്രെസ് കൂടുതലായി കഴിഞ്ഞാൽ പൊതുവെ മുടി പൊഴിയുന്ന ഒരു പ്രവണതയുണ്ട്. നമ്മുടെ എന്തൊക്കെയാണെങ്കിലും മാനസികമായ അസ്വസ്ഥതയും അതുകൊണ്ട് തന്നെയാണ് പല മരണങ്ങളോ പല കാര്യങ്ങളോ ഒക്കെ സംഭവിച്ചു കഴിയുമ്പോൾ, വേണ്ടപ്പെട്ടവരുടെ മരണത്തിനൊക്കെ കാരണങ്ങൾ സംഭവിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ടൈഫോയിഡ് പോലുള്ള ചില അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം മുടി പൊഴിച്ചിൽ ധാരാളമായി ഉണ്ടാകുന്നവരുന്നുണ്ട്.
അത് വിഷമം അല്ലെങ്കിൽ ആ ഗ്രീഫ് എന്നുള്ള ഒരു അവസ്ഥ കൊണ്ട് മുടി പൊഴിയുന്നു എന്നുള്ള ഒരവസ്ഥയാണ്. അപ്പം ഞാൻ ഇന്ന് ഉദ്ദേശിച്ചത് ഉപ്പിൻ്റെ ഒരു കാര്യം പറയാനാണ്. എന്തിനേറെ പറയണം, നമുക്ക് നല്ലവണ്ണം അറിയാം. ഒരു മാങ്ങ തന്നെ നമ്മൾ എടുത്തിട്ട് കുറച്ച് ഉപ്പുവെള്ളം വെച്ചിട്ട് നമ്മൾ അതിനകത്തൊരു മാങ്ങ തന്നെ നമ്മൾ കുറച്ച് ദിവസം ഒരു 4 ദിവസം ഇട്ട് കഴിഞ്ഞാൽ അതൊരുമാതിരി ചുളിഞ്ഞ് വല്ലാത്ത രീതിക്ക് ആവുമെന്നുള്ളത് നമുക്ക് അനുഭവത്തിൽ തന്നെ നമുക്കറിയാമെന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞത് ചെറുപ്പക്കാരിൽ ഒരു ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നാളെ ഒരു പക്ഷേ അമിതമായ ഒരു സ്പൂൺ ഉപ്പ് കൂടെ വേണമെന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഒരു കുപ്പിക്കകത്തിട്ട് ഉപ്പ് വെള്ളത്തിനകത്തിട്ടിരിക്കുന്ന ഒരു മാങ്ങയെക്കുറിച്ച് ഓർമ്മ വരിക. ചുരുക്കത്തിൽ അകാല നരയും അകാല വാർദ്ധക്യത്തിലോട്ടും എത്തുവാൻ, അല്ലെങ്കിൽ ചെറുപ്പത്തിൻ്റെ ഓജസ്സും തേജസ്സും ഒക്കെ നശിപ്പിക്കുവാൻ അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം ഒരു കാരണമാകുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാവുന്നതാണ്. നന്ദി.